afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ക്ലാസ് ആണല്ലേ? ക്ലാസ് എത്തിയിരുന്നു. എല്ലാവരും കയറിയില്ലേ ക്ലാസ്സില്? ആദ്യ ക്ലാസ് കാണാത്തവര് റെക്കോർഡ് കാണാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? സുഖം. സുഖം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ മിസ്സുമാരെയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? എന്റെ പേര് മിനി ക്രോസ്. ഇത് നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, കേൾക്കാൻ കേൾക്കാൻ പറ്റുന്നില്ല. സ്റ്റെക്കായിട്ടാ കേൾക്കുന്നത്. വിട്ടുവിട്ടാ കേൾക്കുന്നത്. വിട്ട് കേൾക്കുന്നു. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ട്. അപ്പോ ക്ലാസ് എടുക്കുന്ന മിസ് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. മിസ്സുമാരെയൊക്കെ നിങ്ങൾക്ക് അറിയോ? ടൈം ടേബിൾ കിട്ടിയോ? ടൈം ടേബിൾ കിട്ടിയിരുന്നു. എന്റെ ക്ലാസ് ശരിക്കും ഫ്രൈഡേ ആയിരുന്നു. അശ്വതി മിസ് ലീവായതിന്റെ പേരിലാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? ചിലപ്പോ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടാകും ചിലർക്ക്, അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തതും വിട്ട് പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് റേഞ്ച് ഉള്ളിടത്തൊന്ന് പോയിരിക്കാം. റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കാം കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റാത്തത്. രേഷ്മയ്ക്ക് ചിലപ്പോ റേഞ്ചിന്റെ പ്രോബ്ലം ആവാം കേട്ടോ. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചാപ്റ്റേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. 4 പാർട്സ് ഉണ്ട്. ഓരോ യൂണിറ്റും ഡിവൈഡ് ചെയ്തിട്ടാണ് നോക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ നാളെ തൊട്ട് 2 ലീഡേഴ്സ് വേണം നമുക്ക്. ഓക്കെ. അതുപോലെ തന്നെ നാളെ തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രെയർ പാടണം. ഒരാള് പ്രെയർ പാടാം. അതുപോലെ തന്നെ ഒരാള് സൈനിങ് പറയണം. എല്ലാവരെയും സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്യാം. പാട്ടായിട്ടാണോ അതോ പ്രയർ പറയാണോ? പ്രയർ സോങ് പാടാം സ്കൂളിലെ. അതുപോലെ പ്രയർ സോങ് പാടണം, സൈനിങ് പറയാം, സ്വാഗതം പറയാം. അതുപോലെ നെക്സ്റ്റ് പറയേണ്ടത് തോട്ട് പറയണം. പിന്നെ ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോ 1:30 മുതൽ 2:30 വരെയാണല്ലോ. അപ്പൊ 2:25 ആകുമ്പോ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യും മിസ്സുമാര്. അത് കഴിയുമ്പോ സൈൻ ഔട്ട് പറയണം. ഇതൊക്കെയാണ് ക്ലാസ് എടുത്തത്. അതുപോലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഷൻ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയണം. ഇത്രയും കാര്യങ്ങള് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ. അപ്പൊ നമുക്ക് 2 ലീഡേഴ്സ് വേണമല്ലോ, കോർഡിനേറ്റേഴ്സ്. ആരാവാൻ പറ്റും? ആർക്കാവാൻ പറ്റും? സുബി ആവോ? സുബി കോർഡിനേറ്റർ. പിന്നെ ഒരാളും കൂടി വേണം. സുബി ലീവ് ആവയോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ചിക്കുമോൾ മാം. ചിക്കുവിന്റെ ശരിക്കുള്ള പേരെന്താ? ചിക്കുമോൾ മാം. ചിക്കുമോൾ തന്നെയാണ്. യെസ് മാം. അപ്പോ നമ്മുടെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് സുബിയും അതുപോലെ ചിക്കുമോളുമാണ് കേട്ടോ. ഓക്കെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അതിൽ ചോദിച്ചാൽ മതി. ഓക്കെ. നമ്മൾ ചെയ്യാറുണ്ടല്ലോ.
അത് കൂടാതെ വേറെ ഗ്രൂപ്പ് വേണോ? വേണ്ട വേണ്ട, അതായാലും മതി. സാറന്മാർക്കുള്ള ഗ്രൂപ്പാണോ? മാം നോർമൽ നമുക്കൊരു നമ്മുടെ സാർ എല്ലാരും ഉണ്ട് അതിനകത്ത്. എല്ലാം ഉണ്ടല്ലേ. പിന്നെ നിങ്ങൾക്ക് സെമിനാർ തരും, അതുപോലെ പല ആക്ടിവിറ്റീസ് തരും. ഇതൊക്കെ ചെയ്യാനായിട്ട് തയ്യാറാവണം കേട്ടോ. സ്പോർട്സിൽ ചിലപ്പോ ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റി ഒരു 5 മിനിറ്റ് ആലോചിക്കാൻ സമയം തരും. 2 മിനിറ്റോ അല്ലെങ്കിൽ സമയം തന്നു കഴിഞ്ഞിട്ട് ടോപ്പിക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്, ചിലപ്പോ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 5 ടോപ്പിക് പറയും, അതിനകത്ത് ഇഷ്ടമുള്ള ടോപ്പിക് എടുത്തിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരും ആക്ടിവിറ്റി ആയിട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അറിയാമോ? നമ്മൾ എന്ത് കോഴ്സാ പഠിക്കുന്നത്? മോണ്ടിസോറി. നമ്മള് പഠിപ്പിക്കുന്ന നമ്മളിപ്പോ ടീച്ചർമാര് ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ടീച്ചേഴ്സ് ആവും. അത് കഴിയുമ്പോൾ നമ്മൾ എത്ര വരെയുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്? എത്ര ഇയേഴ്സ് വരെയുള്ളതാണ് അറിയോ? കുഞ്ഞു കുട്ടികളെ 3 വയസ്സ് മുതൽ 6 വയസ്സ്. 1 മുതൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. ഓക്കെ, 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞു കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോ ഇപ്പോ നമ്മളിപ്പോ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോ പ്രിൻസിപ്പൽ എന്തെങ്കിലും സ്പോട്ടിൽ നമ്മളോട് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യണം അല്ലെ? ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെ ഗൈഡൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ ആക്ടിവിറ്റീസ് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും സെമിനാർ പ്രസന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തരുമ്പോ അത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, പ്രെയർ പാടണം, സൈൻ ഔട്ട് പറയണം, സൈൻ പറയണം, തോട്ട് പറയണം. ചില മോണ്ടിസോറി ബാച്ചിലൊക്കെ ചില ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? ചിലപ്പോ നിങ്ങളുടെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കാം കേട്ടോ. ക്ലിയർ ആണോ മിസ് പറയുന്നത്? ഓക്കെ, അപ്പോ നിങ്ങൾക്കൊക്കെ ക്ലിയർ ആവാം. ഓക്കെ, നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവാം. റേഞ്ചിലോട്ട് ജസ്റ്റ് ഒന്ന് പോയിരിക്കാം കേട്ടോ. സൗണ്ട് കുറവാണോ? 1 മിനിറ്റ് ഞാനൊന്ന് ഓഫീസിലൊന്ന് പറയട്ടെ കേട്ടോ. മിനിറ്റ് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, എന്റെ മോണ്ടിസോറി ബാച്ചില് ക്യാമറയും മൈക്കൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് ക്ലാസ് എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും മ്യൂട്ടും അതുപോലെ ക്യാമറ ഓഫ് ഒക്കെ ചെയ്തിട്ട് ടീച്ചേഴ്സ് ക്യാമറ ഓൺ ചെയ്യും. അവരെ കുട്ടികളെ നിങ്ങൾ മ്യൂട്ട് ആക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ബാച്ച് മോണ്ടിസോറി ബാച്ച് നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ്സിനിടയിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. ഓക്കെ, ടീച്ചറും കുട്ടി നമ്മളൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെയാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മിസ്സിന് പറയാനുള്ളത്. എന്തെങ്കിലും ടോപ്പിക് ഒക്കെ തരികയാണെങ്കിൽ എന്തെങ്കിലും മ്യൂട്ടാക്കോ കേൾക്കാമോ? മായ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓൺ ചെയ്യുന്നതുകൊണ്ടാണ് അതാണ്. ഓക്കെ, അപ്പൊ മൈക്ക് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങള്. പക്ഷെ എന്നാലും മൈക്ക് ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ
വളരെ ബുദ്ധിമുട്ടാണ്, ഡിസ്റ്റർബൻസ് ആണ്. മിസ്സിനും നിങ്ങൾ പറയുന്നത് കേൾക്കില്ല, അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാനായിട്ട്? അപ്പൊ നാളെ തുടങ്ങി പ്രയർ, സൈൻ ഔട്ട്, സൈൻ ഇൻ, തോട്ട് ഇതൊക്കെ ചെയ്യണം കേട്ടോ. കോർഡിനേറ്റേഴ്സ് ശ്രദ്ധിക്കാം, വാട്സാപ്പ് ഗ്രൂപ്പിൽ പറയാം ഇനി ആരൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ചെയ്തവര് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു എത്ര കുട്ടികളാണ്, 4 കുട്ടികളാണ് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് ഡേ അടുത്ത വേറെ കുട്ടികളായിരിക്കണം. ഓക്കെ, എല്ലാവർക്കും അവസരം കൊടുക്കണം. അതുപോലെ ആരും ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. എന്ത് ചെയ്യാനും നമ്മൾ ടീച്ചർമാരാവാൻ പോകുന്ന കുട്ടികളാണല്ലേ, അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും അപ്പോ ചെയ്യാനായിട്ട് തയ്യാറാവുന്ന കുട്ടികളായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിലും തുറന്ന് പറയാവുന്നതാണ് കേട്ടോ. ടീച്ചർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്ത് വിചാരിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ്, ഏറ്റവും ലോ ലെവൽ 10ാം ക്ലാസ് ഉള്ള കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. മലയാളത്തിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു പറയാനായിട്ട്. എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറെ പേരൊക്കെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പൊ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാല് നോട്ട്സ് ജിഷ ടീച്ചർ പറഞ്ഞിരുന്നു നോട്ട്സ് തരില്ല, നമ്മൾ ലെക്ചർ നോട്ട്സ് നമ്മൾ സ്വയം എഴുതണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമ്മൾ ഇപ്പൊ പറയുന്നത് വെച്ച് നമുക്ക് എല്ലാം നോട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ. ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാലും മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വേഗം തന്നെ ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. പേ ചെയ്തിട്ടുണ്ടോ എല്ലാവരും? ചിലവർക്ക് കോൾസ് വന്നിട്ടില്ല ഇതുവരെ. 2-3 ദിവസം മുമ്പ് പേ ചെയ്താണ്, പക്ഷെ ഇന്നവരെ വന്നിട്ടില്ല. വന്നിട്ടില്ലല്ലേ? ഓക്കെ, ചിലപ്പോ ഒരു 1 വീക്ക് ഒക്കെ പിടിക്കുമായിരിക്കും. അപ്പൊ ചിലപ്പോ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത്രയും നാളെ. സാരില്ല, നമുക്ക് നോട്ട്ബുക്ക് എടുക്കാം, ഓരോ മിസ്സുമാരുടെ പേര് എഴുതാം, ഓരോ മിസ്സുമാരെടുക്കുന്ന ചാപ്റ്റേഴ്സ് എഴുതാം, എന്നിട്ട് ലെക്ചർ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത്രയും എന്താണ്, മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിയല്ലേ? അതെ, ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് 1 വീക്കിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ കുഴപ്പമില്ല, 1 വീക്കിനുള്ളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അതുപോലെ പിന്നെ ആക്ഷൻ സോങ് പാടാം നിങ്ങൾക്ക്. ആക്ഷൻ സോങ് കാണിക്കാം. പ്രയർ കഴിഞ്ഞിട്ട് നമ്മള് തോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആക്ഷൻ സോങ് ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഗ്രൂപ്പിനകത്ത് ഈ ക്ലാസ്സിനകത്ത് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന മാൻഡേറ്ററി ആണോ? എന്താണ്? ക്ലിയർ ആയില്ല മാം. ക്യാമറ ഓപ്പൺ ചെയ്യാൻ മാൻഡേറ്ററി ആണോ? അങ്ങനെ ആവശ്യമില്ല, കുഴപ്പമില്ല. ഓപ്പൺ ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ സൈനിങ് ഒക്കെ പറയുമ്പോ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്തതാണല്ലോ. അപ്പൊ അതൊക്കെ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ബിക്കോസ് ഇറ്റ് വുഡ് ബി മോർ ബെറ്റർ നമ്മള് ക്യാമറ ഓപ്പൺ ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പൊ മിസ് മാത്രം ക്യാമറ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ക്യാമറ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാംക്കും നമ്മളെ കാണാം, ഫേഷ്യൽ എക്സ്പ്രഷനും കാണാൻ പറ്റും. ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ പ്ലീസ് എല്ലാവരും ക്യാമറ ഓപ്പൺ ചെയ്യാനായിരിക്കും നല്ലത്. മാം, പ്രയർ ഒക്കെ ചൊല്ലുന്നത് നമുക്ക് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. മലയാളത്തിലും ചെയ്യാൻ കുഴപ്പമില്ല. ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും. സ്വാഗതം പറയുന്നത്, അതുപോലെ തന്നെ പ്രയർ പാടുന്നത്. പ്രയർ ഇപ്പോ ഭൂരിഭാഗം കുട്ടികളും മലയാളത്തിലാണ് പാടുന്നത്. സ്വാഗതം, അതുപോലെ തോട്ട് ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇംഗ്ലീഷിലാണ് പറയേണ്ടത്. അതുപോലെ സൈൻ ഔട്ട് പറയേണ്ടതും ഇംഗ്ലീഷിലാണ്. ജസ്റ്റ് ഇപ്പൊ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാം. കുറച്ച് പേരെ ഇപ്പൊ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളോട് മാം പറഞ്ഞായിരുന്നു. അപ്പൊ ക്ലാസ് തുടങ്ങുന്ന ടൈമിൽ സെലക്ട് ചെയ്ത് കുറച്ച് പേര് വെച്ചിട്ടുണ്ടായിരുന്നു. റെഡി ആയിരുന്നോ പാടാനായിട്ട്? ഓൾറെഡി ജിഷ മാം പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തായിരുന്നു.
വേണമെങ്കിൽ നമുക്ക് ഇന്ന് നടത്താം. തയ്യാറാണോ ആരെങ്കിലും? Yes, ma'am. ഓക്കെ മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ പ്രേയർ. मैत्रीं भजत अखिलर्जेत्री मैत्रीं भजत अखिलर्जेत्री आत्मवदेव परानबी पश्यद आत्मवदेव परानबी पश्यद युद्धं त्वजद स्पर्धां त्वजद युद्धं त्वजद स्पर्धां त्वजद त्वजद परीक्षाक्रममाक्रमणम् त्वजद परीक्षाक्रममाक्रमणम् मैत्रीं भजद अखिलर्जेत्री मैत्रीं भजत अखिलर्जेत्री. സൈനിന് ആരാണ്? Good afternoon, friends. I'm Chikumol. I'm happy to join this course and excited to learn about Montessori education. I warmly welcome all my fellow students and ma'am. Looking forward to great learning journey with you all. Thank you. Courage is not the absence of fear, but the strength to overcome it. I repeat, courage is not the absence of fear, but the strength to overcome it. ഒന്നുകൂടി പറയുമോ? once more. Courage is not the absence of fear, but the strength to overcome it. Courage എന്ന് പറഞ്ഞാൽ നമ്മളുടെ ധൈര്യം, നമ്മളുടെ ഫിയറിന്റെ ആബ്സെൻസ് അല്ല, പക്ഷേ നമ്മളുടെ സ്ട്രെങ്തിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ധൈര്യമാണ്. നന്നായിരുന്നു അല്ലെ മൂന്നുപേരും ചെയ്തത്? നിമ്മി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ മാം, ഞാൻ മ്യൂസിക് ടീച്ചറാണ്. അതെ അല്ലേ? ഓക്കെ, ഒന്ന് ക്യാമറ ഓൺ ആക്കോ, ഒന്ന് കാണാനുണ്ട്. ഓക്കെ, 1 minute. ക്ലാസ് ബോറടിക്കുമ്പോഴൊക്കെ പാട്ടൊക്കെ പഠിക്കാല്ലേ? ഓക്കെ, സന്തോഷം. വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനു മുൻപ്? ഞാൻ നവനിർമ്മാൺ എന്ന് പറഞ്ഞ CBSE സ്കൂളിലായിരുന്നു മ്യൂസിക് ടീച്ചറായിട്ട്. ഒരു 3 years ആയിപ്പോ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും പോകുന്നുണ്ടോ? അപ്പൊ ഇല്ല, ഇപ്പൊ ഞാൻ ജോബ് ക്ലാസ് ഉണ്ട് ഓൾറെഡി. എനിക്ക് വീട്ടിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. കൃതി എന്ന് പറഞ്ഞ മ്യൂസിക് ക്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോ ഇന്റീരിയറിന്റെ ഒരു ഫീൽഡിലേക്ക് ജസ്റ്റ് കടന്നേക്കാണ്. അപ്പൊ മാർക്കറ്റിംഗിൽ അവിടെ വർക്ക് ചെയ്യാം. എനിക്ക് വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് പുറത്താണ്. പിന്നെ 6 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. പിന്നെ ബ്രദർ ഉണ്ട്, കുട്ടിയുണ്ട്, പിന്നെ വൈഫുണ്ട്. പുക്കാട്ടുപടി, എറണാകുളത്ത് തന്നെ. ആ അതെ മാം. ഓക്കെ മാം. ഓരോരുത്തരായിട്ട് പറഞ്ഞു കൊടുക്കും. ഇനി പറഞ്ഞതുപോലെ ഒന്ന് പേര്, സ്ഥലം, ആരൊക്കെ രീതിയിലെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അനുഷ. ഞാൻ ഹൗസ് വൈഫ് ആണ്. ഒരു 3 വയസ്സ് കൊച്ചുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞ പോലെ ചെന്നൈയിലാണ് working. ഹസ്ബൻഡിന്റെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, അനിയൻ, അനിയന്റെ വൈഫ്, അവരുടെ പിള്ളേര്, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇടുക്കിയിലാണ്. ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം ബാംഗ്ലൂരിലാണ്. കല്യാണം കഴിഞ്ഞ് വന്നത് ഇടുക്കിയിലാണ്. എല്ലാവരും Okay.
3 വയസ്സിലൊരു കൊച്ചുണ്ട്. ഹസ്ബൻഡ് ചെറുതാണ് നോക്കേണേ. ഹസ്ബൻഡ് അനിയന്റെ വൈഫ് അടുത്ത പിള്ളേര് അങ്ങനെ എല്ലാരും ഒരുമിച്ച. ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം ബാംഗ്ലൂരിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നത് യൂട്യൂബിലാണ്. ഹലോ, പേര് കാണുന്നത്, പേര് പറയൂ. എൻ്റെ പേര് മായ. എൻ്റെ വീട് കൊല്ലം. വീട്ടില് അമ്മയുണ്ട്, ഒരു മോനുണ്ട്. മോൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ് പ്രൊഫഷൻ. അപ്പോൾ എനിക്ക് BEd എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ആയിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ. ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ വിചാരിച്ചു മോണ്ടിസോറി വർക്ക് ചെയ്യാം. ശരി, താങ്ക് യു. മാഡം, എൻ്റെ പേര് അഹന. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. വീട്ടില് ഹസ്ബൻഡ്, 2 കുട്ടികള്, ഹസ്ബൻഡിന്റെ അമ്മ, അമ്മാമ്മ. മോള് 4th സ്റ്റാൻഡേർഡ്, മോൾക്ക് 1 വയസ്സ്. ഹലോ, എന്റെ പേര് ലുബിന, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഹസ്ബൻഡിന്റെ 3 മക്കളും ഉമ്മ. മക്കള് ഒരു മോൻ, മൂത്തത് മോനാണ്, മോൻ 6ൽ പഠിക്കുന്നു. പിന്നെ താഴെ മോള് 4ൽ പഠിക്കുന്നു. ചെറിയാള് LKG പോകുന്നു. ഭയങ്കര ചെറിയ ആൾക്ക് അത്ര കുറുമ്പില്ല, മൂത്തവർക്കാണ് ഭയങ്കര കുറുമ്പ്. എന്നാലും ആള് പിന്നെ ചെറിയ ആൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. മറ്റവർക്ക് അതില്ല, മറ്റവർക്ക് കുറച്ച് മടിയാ. ഹായ് മാം. എന്റെ പേരാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. പോയോ? കാണുന്നില്ലല്ലോ. പോയോ? വിനീഷാണോ പേര് പറഞ്ഞടാ? രഞ്ജിതാണ് പേര്. കണ്ണൂരാണ് വീട്, കണ്ണൂർ ചെറുപുഴ. ഞാനും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിന്റെ പാരന്റ്സും ഉള്ളത്. ഒരു മോനുണ്ട്, 1ാം ക്ലാസ് പഠിക്കുന്നു. ഹായ് മാം. നേരത്തെ കട്ടായി പോയത്. എന്റെ പേര് നിമ്മിന്നാണ്, എറണാകുളമാണ് സ്ഥലം. ഞാൻ ഓൾറെഡി പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നു, ഹിന്ദി ടീച്ചറായിട്ടായിരുന്നു. ഇവിടെ മഹാരാഷ്ട്രയിലായിരുന്നു പഠിച്ചത്. MA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് MBA ചെയ്തു. മാർക്കറ്റിംഗും HR ആയിരുന്നു സ്പെഷ്യലൈസേഷൻ. പിന്നെ കുറച്ചിപ്പോ ബ്രേക്ക് എടുത്തു. പിന്നെ വീണ്ടും മോണ്ടിസോറി കോഴ്സ് ചെയ്യണം. എനിക്ക് ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, കാരണം BEd ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും MA കഴിഞ്ഞ് BEd ആണ് ജോയിൻ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടോ MBA ജോയിൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇവിടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് ചെയ്തു. കാരണം അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ആ സമയത്ത് കുറെ പേര് പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ നല്ലതാണ്, BEd എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഹിന്ദി ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടാനായിട്ട് ടീച്ചിങ്ങിന്റെ ഇതിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് MBA എടുത്തു. ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ എന്നാലും നമുക്ക് അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നീട് കുറച്ചൊന്ന് ഏവിയേഷൻ ഫീൽഡിൽ തന്നെ കോർഡിനേറ്റർ പ്ലസ് ഹിന്ദി ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കൊരു കുറെ പേര് നമ്മൾ പ്രൈവറ്റ് കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും MA കഴിഞ്ഞ ഒരു BEd എടുത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഒരു ടീച്ചിങ്ങിന്റെ ഒരു ഇതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. കുറച്ച് പ്രയത്നിച്ച്, അതായത് 2019 ടൈം ആയപ്പോഴേക്കും തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരു 2 വർഷം. പിന്നെ കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 2018 ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
പിന്നീട് അതിനുശേഷം സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഇപ്പൊ വീണ്ടും ഒന്ന് എനിക്കൊരു മോണ്ടിസോറി കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും വേണമെന്ന് തോന്നി. അപ്പൊ അങ്ങനെ വീണ്ടും ഇംഗ്ലീഷ് വന്ന് ജോയിൻ ചെയ്തു. എന്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു, ആൾക്ക് ജോലി കിട്ടി. അപ്പൊ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ്. ഈ വർഷം ഇപ്പൊ ഇറങ്ങിയ ആളുണ്ട്, അതിന് മുന്നേ കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ആയ ആളുണ്ട്, ജോലി റെഡിയായവരുണ്ട്. അപ്പൊ അവരും കൂടെ മുഖേനയാണ് ഞാൻ ഇങ്ങനെ ഒരു കോളേജിനെ പറ്റി അറിയുന്നതൊക്കെ. അങ്ങനെയാണ് കോളേജിലൊക്കെ വിളിച്ച് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. ഹിന്ദി വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിന്നോട് ചോദിക്കാട്ടോ. ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നു. ഹായ് മാം, എൻ്റെ പേര് മഞ്ജുരാജാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ്. ബിസിനസ് ആണ്. ചേട്ടനെ ഹെൽപ്പ് ചെയ്ത് ജോലിക്കൊന്നും വിടില്ലാതെ പറഞ്ഞു. അപ്പൊ ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ജോയിൻ ചെയ്തതാണ്. ജോലിക്ക് വിടില്ലാതെ പറഞ്ഞുള്ള വാശിയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും അപ്പൊ ഇതെങ്ങനെയെങ്കിലും നേടിയെടുത്ത് എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു മാഡം. ജോയിൻ ചെയ്തത് ചേട്ടനെ അറിഞ്ഞായിരുന്നോ ജോയിൻ ചെയ്തത്? അറിയാം. പറയാണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലേ, ക്യാഷ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണ്ടേ. എതിർപ്പാണ്. എന്നാലും ഞാൻ എന്റെ മൊബൈലൊന്നും അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോ ചേട്ടൻ ഉണ്ടാവില്ലല്ലോ ഈ സമയത്ത്. അപ്പൊ ഞാനിപ്പോ തൽക്കാലം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ ടൈം എന്നെ വിളിക്കരുത്, ഞാനിങ്ങനെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. ഇതെന്റെ ഒരു ചലഞ്ചാണ്. ഹലോ മാം, എൻ്റെ പേര് പ്രീത. ട്രിവാൻഡ്രത്ത് നിന്നാണ്. PG കഴിഞ്ഞു. ഒരു മോനുണ്ട്, 10th പഠിക്കുന്നത്. വർക്ക് ചെയ്തിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 സ്കൂളില് ജസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. സബ്ജക്ട് എന്തായിരുന്നു? മാത്സ് ആയിരുന്നു. കണക്കിലാണല്ലേ അപ്പൊ? ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അയന, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഒരു കുഞ്ഞു ഉണ്ണിയുണ്ട്, 6 മാസമായ ആള്. വർക്ക് ചെയ്യുന്നില്ല, ഇപ്പൊ ട്യൂഷനൊക്കെ ആയിട്ട് അങ്ങനെ പോണു. LP-യിലായിരുന്നു എടുത്തിരുന്നത്, 2ാം ക്ലാസ്. കുഴപ്പമില്ല, അതെ. സുഖാണോ? അവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് അഞ്ജന. ഞാൻ കൊടകരയിലാണ് ഉള്ളത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. നല്ല ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. എന്താവൂന്ന് അറിയില്ല. ടെൻഷനൊക്കെ പതുക്കെ മാറിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അങ്ങനെ തന്നെ. സാറില്ല. പിന്നെ ഹസ്ബൻഡും കുഞ്ഞു കുട്ടിയാണുള്ളത്. പിന്നെ ഹസ്ബൻഡിന്റെ പാരന്റ്സ്. കുട്ടിക്ക് മാസമാണോ? വയസ്സായിട്ടുണ്ടോ? അംഗനവാടി പോവാ. അംഗനവാടി. നെക്സ്റ്റ് ആരാ? ഹലോ, എന്റെ പേര് എന്നാണ്. എറണാകുളമാണ് സ്ഥലം. എറണാകുളത്താണ്. ഞാനൊരു കേബിളിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ലഞ്ച് ടൈമിലാണ് ഞാനിവിടെ കയറുന്നത്. അപ്പൊ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, എന്റെ അച്ഛനും അമ്മ, പിന്നെ 2 കുട്ടികള്. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹലോ മാം. ഹലോ, എന്റെ പേര് നസ്രിയ. പാലക്കാട് ഡിസ്ട്രിക്റ്റില്. 2 കുട്ടികളുണ്ട്. ഒരാള് 4, ഒരാള് UKG. ശരി. മാം ശരണ്യാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് അരീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. ക്യാമറ ഒന്ന് ഓൺ ആക്കാൻ പറ്റുമോ?
ക്യാമറ. ഓക്കെ മാം. മാം ഞാനില്ലേ ഇത് 3ാമത്തെ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ 2 ക്ലാസ് പിന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ഇതില് കേറിയപ്പോ 1 മാസം വെറുതെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സും കാണാൻ കഴിയുന്നില്ല. ക്ലാസ് റൂമിൽ വന്നിട്ടുള്ള ക്ലാസ് ഉണ്ടാവുമല്ലോ അതും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ 2 ക്ലാസ് പൈസ 2 മാസത്തെ ക്യാഷ് അടച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ലെഫ്റ്റ് ആയതാണ്. ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്നിട്ട് വീണ്ടും 3ാമത്തെ ഇതിലാണ് ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാല് വീട്ടിലെ സാമ്പത്തിക പ്രശ്നം മറ്റുള്ള പ്രശ്നം കൊണ്ടും 2 ക്ലാസ് അവോയ്ഡ് ചെയ്യേണ്ടി വന്നതാണ്. അപ്പൊ ഇപ്പം ഇതില് എങ്ങനെങ്കിലും കേറിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു ഇതിലാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആണ്. പിന്നെ GITT കണ്ണൂരിലുള്ള അവിടുന്ന് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞതാണ്. അതെന്ന് വെച്ചാല് കുറെ റിസ്ക് എടുത്തിട്ട് ചെയ്ത കോഴ്സാണ്. അപ്പൊ അതെന്ന് വെച്ചാല് എനിക്കത് നമ്മളിപ്പോ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുമ്പോൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് രണ്ടും 2 തരത്തിലല്ലേ. അപ്പൊ അതില് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതാകുമ്പോ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ വീണ്ടും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ തന്നെ കാരണം. പിന്നെ എനിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. ഒരാള് 8ാം ക്ലാസ്സില്, ഒരാള് 3ാം ക്ലാസ്സില്, മോൻ UKG. 2 പെൺകുട്ടികളും 1 മോനുമാണ് ഉള്ളത്. ഹലോ ഹലോ മാം. ഞാൻ ഹരിത. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റില് അക്കൗണ്ടന്റ് ആയിട്ടാണ്. പിന്നെ ഒരു മോളുണ്ട്. മോള് 3ാം ക്ലാസ്സിൽ പഠിക്കണം. പിന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് ചേരാൻ പറ്റിയത്. അതിന്റെ കൂടെ കൊണ്ടുപോകാലോ എന്നോർത്ത്. പിന്നെ ടീച്ചർ പ്രൊഫഷനെ ഇഷ്ടമാണ്. ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതിന് പോകാൻ പറ്റിയില്ല. നേരത്തെ കല്യാണമൊക്കെ കഴിക്കേണ്ട വന്നു. അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ പോകാൻ പറ്റിയില്ല. ഇതിലൂടെ ഒരു ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം. എന്റെ പേര് സബിത. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ. വീട്ടില് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയുള്ളത്. ഹായ് മാം. എൻ്റെ പേര് പ്രസീത. വീട് ഗുരുവായൂരാണ്. ഞാൻ മൈക്രോബയോളജി കഴിഞ്ഞ ആളാണ്. ഇഷ്ടം റിസർച്ച് ഫീൽഡ് തന്നെയാണ്. എന്നിരുന്നാലും കുട്ടികൾ 5th സ്റ്റാൻഡേർഡും 2nd സ്റ്റാൻഡേർഡും ആയിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടിയും കെയർ വേണമല്ലോ, ഒരു 2-3 വർഷം കൂടിയും. അതുകൊണ്ട് നമ്മുടെ ഫീൽഡ് കുറച്ച് ഏർലി ആയിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. 7 മണിക്കൊക്കെ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതിപ്പം സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ടീച്ചിങ് സെലക്ട് ചെയ്തു. ടീച്ചിങ് വളരെ ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ്. അതുകൊണ്ട് ജോയിൻ ചെയ്തു. താങ്ക് യു. ഹായ് മാം. ഞാൻ അനുപ്രിയ. തൃശ്ശൂരാണ് നാട്. ഇപ്പൊ ഞാൻ UAE-യിലാണ്. എന്റെ വീട്ടില് മോളും ഹസ്ബൻഡും. ഇപ്പൊ 3 വയസ്സായ മോളുണ്ട്. ഇല്ല 3 വയസ്സായിട്ടുള്ള താരം ഇപ്പൊ വർക്കൊന്നും ചെയ്യുന്നില്ല. ഹലോ സംസാരിക്കുന്നത്. ഹായ് മാം. എൻ്റെ പേര് കാവ്യ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വീട്ടിലെ ഹസ്ബൻഡിന്റെ അമ്മ, വേറെ ആരുമില്ല. ഹലോ മാം. എന്താ എന്തുകൊണ്ടാണ് ഈ മോണ്ടിസോറി കോഴ്സിന് എടുക്കാൻ തീരുമാനിച്ചത്? ടീച്ചിങ് താല്പര്യമുള്ള ഫീൽഡാണ്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ട്. അതിന്റെ ബേസിൽ കയറിയതാണ്. ഹലോ മാം. എന്റെ പേര് ഷംസീന. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. ഷംസീന പാലക്കാട് നിന്നാണ്. 2 കുട്ടികളുണ്ട്. 2 ആൺകുട്ടികളാണ്. ഒരാള് 1ാം ക്ലാസ്സിൽ പഠിക്കണം, ഒരാൾക്ക് 2 വയസ്സ്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പൊ അടുത്ത ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. 2016 ഡിഗ്രി കഴിഞ്ഞത്, കംപ്ലീറ്റ് ആയി. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഡെലിവറി ടൈം അങ്ങനെയൊക്കെ ആയതുകൊണ്ട്
ഇനിയിപ്പോ ഗ്യാപ്പ് കുറച്ചിട്ട് ഗ്യാപ്പ് അങ്ങനെ ഇതാക്കിയത് കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് വരുമോ അപ്പൊ? അതറിയില്ല, ഞാൻ ഇതുവരെ യൂണിവേഴ്സിറ്റിയില് അപ്ലൈ കൊടുത്തിട്ടില്ല. അയ്യോ, എത്രയും പെട്ടെന്ന് വാങ്ങിക്കണോട്ടോ, വാങ്ങിച്ചെടുക്കണേ. ഓക്കെ മാം. സുബി, കേരള പത്തനംതിട്ട സംസാരിക്കുന്നത്. ഞാൻ ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ സെറ്റിൽ ഡൽഹിയിലായിരുന്നു. അപ്പം പ്രിഫേർഡ് ലാംഗ്വേജ് ഹിന്ദിയാ. മലയാളം ഞാൻ അത്രയും പിടിയുണ്ട്, സംസാരിക്കാൻ അറിയാം, മനസ്സിലാകും. പക്ഷേ മലയാളത്തിൽ എഴുതാനും വായിക്കാൻ അറിയത്തില്ല. ഓക്കെ. 3 പിള്ളേരുണ്ട്, 2 ആൺപിള്ളേർ, ഒരു മോള്. മൂത്ത മോനാണെന്ന് പറഞ്ഞാൽ 6 വയസ്സുണ്ട്, ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സില്. രണ്ടാമത്തെ കുട്ടി UKG-ല്. മൂന്നാമത്തെ കുട്ടി ഇപ്പൊ 2.5 വയസ്സാ, വീട്ടിൽ തന്നെ ഉണ്ട്. സുബിക്ക് നല്ല ഇതായിരിക്കും അല്ലെ, വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞുങ്ങളല്ലേ എല്ലാവരും. 3 പേരും ഏകദേശം ഒരേ പ്രായം ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാ. പക്ഷെ വീട്ടിൽ നല്ല ഒന്നുമില്ല. പിന്നെ ഒരു ഹസ്ബൻഡിന് ചെറിയ ഒരു ഓർമ്മയുണ്ട്, ബേക്കറിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ. ഇപ്പം കല്യാണം നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് വലിയൊരു കരിയറിന് വലിയൊരു ബ്രേക്ക് ആയിരുന്നു. ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം പഠിത്തത്തിൽ മീൻസ് നേരത്തെ തൊട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ വീട്ടിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും അറിയില്ല, എന്നാലും നേരത്തെ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പം ചെറിയൊരു ജോബ് ചെയ്യുന്നുണ്ട്, വർക്ക് ഫ്രോം ഹോമാ. അപ്പൊ അതിന്റെ കൂടെ ഇത് അപ്പൊ നമ്മളുടെ ശമ്പളം ആയതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ കൈക്ക് നമുക്ക് കൊടുക്കുക അല്ലെ. അപ്പൊ അച്ഛനമ്മയും നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണോ ഇപ്പൊ താമസിക്കുന്നത്? കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ? പിള്ളേരെ നോക്കാൻ കുഴപ്പമില്ല, ബിക്കോസ് വർക്ക് ഫ്രോം ഹോം ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴും വീട്ടിൽ അവൈലബിൾ ഉണ്ട്. പിന്നെ പിള്ളേർ ഇച്ചിരി മെച്യൂറാ, മീൻസ് അവരുടെ പ്രായത്തിനേക്കാളും അവരുടെ കൂടുതൽ മെച്യൂറാ. അപ്പൊ അവർക്ക് അറിയാം അമ്മ ജോലി ചെയ്യുക, അപ്പം എനിക്ക് എന്തോ ചെയ്യണം. സ്കൂളിൽ വന്നാൽ തന്നെ പിള്ളേരിപ്പം 5.5 വയസ്സും 6.5 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അവര് സ്വന്തം കാര്യങ്ങൾ കുളിക്കോ നനയ്ക്കോ ഡ്രസ്സൊക്കെ എടുക്കുക. അവരുടെ ഹോംവർക്ക് ഇപ്പം ഷിഫ്റ്റിന്റെ 6:30 വരെയാണ്. അപ്പൊ 6:30 മുമ്പേ അവരുടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂളിൽ നിന്ന് ചെയ്യാനുള്ള ഹോംവർക്ക് എല്ലാം ചെയ്ത് വെക്കും. അപ്പൊ ഞാൻ ഷിഫ്റ്റ് കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് ജസ്റ്റ് അവരെ പഠിപ്പിച്ചു തന്നാൽ മതി. സ്കൂളിൽ പഠിപ്പിച്ച് തരുന്നത് അതെല്ലാം പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ മൂത്ത മോൻ എനിക്ക് മലയാളം അറിയാത്ത കൊണ്ട് അവൻ ആക്ച്വലി എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പൊ ഞാനിപ്പം ഈ വരെ മൊത്തം വാക്കുകളായി. മീൻസ് അവന്റെ കൂടെ തന്നെ ഞാൻ മലയാളം വായിച്ചു പഠിക്കുന്നത്. ഇപ്പം ഹായ് മാം, എന്റെ പേര് കാർത്തിക. ക്യാമറ ഓൺ ചെയ്യോ? എറണാകുളം മനക്കപ്പടി തന്നെയാണ്, ഇവിടെ അടുത്താണ്. എന്റെ വീട്ടില് ഹസ്ബൻഡിന്റെ അമ്മ, 2 കുട്ടികള്, ഒരു മോനും ഒരു മോളും. മോൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൾ LKG പഠിക്കുന്നു. ഞാൻ ഓൾറെഡി D.Ed പഠിച്ച ആളാണ്, TTC. അപ്പൊ TTCയും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഈ LKG UKG പിള്ളേരെ എന്റെ അടുത്ത് ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോ അവര് മോണ്ടിസോറിയാണ് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് TTCക്കാരെ വേണ്ടാന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കാന്ന് വെച്ചു. ഹലോ ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് പ്രിയങ്ക, ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഞാൻ PG കഴിഞ്ഞു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം പ്രഗ്നന്റ് ആയതിനു ശേഷം പോകുന്നില്ല. ഇപ്പം ഒരു കുഞ്ഞു ആവേന 6 മാസം ആയിട്ടേ ഉള്ളൂ. വീട്ടിലെ ഞാനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിന്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മമ്മ. ഹലോ മാം. ഹായ് മാം. ഹലോ മാം, എൻ്റെ പേര് മഞ്ജു രമേശ്. ഞാൻ കമ്പ്യൂട്ടർ അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്തതാണ്. 4 വയസ്സൊരു മോളുണ്ട്. അമ്മയും അച്ഛനും ഹസ്ബൻഡും.
ഇന്ന് വർക്കിന് പോയില്ല അപ്പൊ? ഇല്ല ഇപ്പം പോകുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഞാൻ സ്ഥലം ട്രിവാൻഡ്രം ആണ്. എന്റെ കൃഷ്ണ, അച്ഛൻ, അമ്മ, മാമ, പിന്നെ 4 വയസ്സായിട്ട് മോനുണ്ട്. ഹസ്ബൻഡ് പുറത്താണ്. ഞാൻ ഓൾറെഡി ടീച്ചറാണ്. എന്റെ മോന് ഒരു വയസ്സ് ടൈമൊക്കെ ഉള്ള ടൈമിലാണ് BEd ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പിന്നെ സ്കൂളിൽ അങ്ങനെ ടീച്ചിങ് എക്സ്പീരിയൻസിനൊന്നും പോയി കിട്ടിയ ആ ഒരു ടൈമിൽ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് റിസൈൻ ചെയ്താണ്. അപ്പൊ ഇപ്പം മോണ്ടിസോറി എനിക്ക് സ്കൂളാണ് പ്ലേ മെത്തേഡ് കുറച്ചുകൂടി ലേണിംഗ് ബൈ ഡൂയിങ് ഒക്കെ കുറച്ചും കൂടി എന്താണ് ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് മോണ്ടിസോറിയിൽ കൂടി കാരണം എനിക്ക് കുട്ടികള് കുറച്ച് അറിഞ്ഞ് പഠിക്കണം. നമ്മളിപ്പം ലെക്ചർ മെത്തേഡ് അല്ലാതെ അവർ തന്നെ എന്താണ് അവർ പഠിക്കുന്നതിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് കുറച്ചും കൂടി അവർ തന്നെ പഠിക്കണം. ആ ഒരു മെത്തേഡ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹമുണ്ട് മാം. അങ്ങനെയാ മോണ്ടിസോറിയിലും കൂടി ജോയിൻ ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചത്. താങ്ക് യു മാം. എന്റെ പേര് ദിവ്യ. ഓക്കെ. ഹായ് മാം, എന്റെ പേര് ദൃശ്യ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തായത് കാരണം ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് MA മലയാളം കഴിഞ്ഞ് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തത്. ഡാൻസറാണ്. അപ്പോൾ ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നതിനോടൊപ്പം അങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കാന്ന് വെച്ചിട്ട് വന്നതായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാം. അതെല്ലേ? ഓക്കെ ഓക്കെ മാം. ഓണത്തിനൊക്കെ ഞങ്ങൾക്ക് ഒരു ഡാൻസ് ഓണത്തിന്റെ പരിപാടിക്കൊക്കെ പിന്നെന്താ? ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം കൂടെ. എനിക്ക് മാത്രമല്ല ബാക്കിയുള്ള സുഖിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ പഠിപ്പിക്കും. സ്കൂളിൽ ആനുവൽ ഡേ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആനുവൽ ഡേ ഇപ്പൊ ഇതുപോലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആനുവൽ ഡേ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് പരിപാടി ഉഷാറാക്കാം. ഓക്കെ മാം. ശരി. ഹായ് മാഡം, എൻ്റെ പേര് ദിവ്യ. വീട് മൂവാറ്റുപുഴ വാഴക്കുളം ഭാഗത്ത്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് MCOM 1 ഇയർ ചെയ്തു. അതിനുശേഷം കല്യാണമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി എഴുതിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്, 10 വർഷത്തോളം ഡിഫറൻസ് ഉണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയി പോകാനുള്ള സാഹചര്യം കിട്ടിയില്ല, അപ്പോൾ പോയില്ല. ഇപ്പം ടീച്ചിങ് ഫീൽഡാണ് ഇഷ്ടപ്പെട്ട ഫീൽഡ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ആഗ്രഹിച്ചു മോണ്ടിസോറി പഠിച്ചിട്ട് ടീച്ചിങ്ങിലേക്ക് മടങ്ങി കയറാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തത്. നമുക്ക് ടീച്ചേഴ്സ് ആവണം എല്ലാവരും. അടുത്ത പ്രാവശ്യം എല്ലാവരും ജോയിൻ ചെയ്ത് സ്കൂളിൽ എക്സാം എഴുതി പാസ്സായിട്ട് നമുക്ക് ഗ്യാപ്പ് ഒന്നും അത്ര പ്രശ്നമില്ല. പേടിക്കണ്ട. ഓക്കെ മാഡം, താങ്ക് യു. നെക്സ്റ്റ് ആരാ? ഹായ് മാം. എന്റെ പേര് ബിൻസി. എന്റെ വീട് പാലക്കാട് ജില്ലയിലാണ് വീട്. കല്യാണം കഴിച്ചിരിക്കുന്ന എടപ്പാൾ ചെങ്ങരംകുളം. ഹസ്ബൻഡ് ഗൾഫിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് 4 കുട്ടികളാണ്. മൂത്ത ആള് 4th പഠിക്കുന്നു, 2ാമത്തെ ആള് UKG. ചെറിയവർ 2 ട്വിൻസ് ആണ്, ഒരു ബോയ് ഒരു ഗേളാണ്. അവര് 11 month ആയി ഇപ്പോ. പിന്നെ ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. PG വരെ പഠിച്ചു, MCOM പഠിച്ചു. പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ഓൺലൈനായി ചെയ്യല്ലേ എന്ന് വെച്ചിട്ട്, പിന്നെ കുട്ടികളുള്ള കാരണം ഇപ്പൊ പുറത്തൊന്നും പോകാനും പറ്റില്ല. അപ്പൊ ആകെ കൂടി ഒരു ഡിപ്രഷൻ അടിച്ച മട്ടാണ്. അപ്പൊ എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും കൂടി ആവുമ്പോ രസമാണല്ലോ. അപ്പൊ അങ്ങനെ ഓൺലൈനായിട്ട് ചേർന്നു. കുട്ടികള് ഇപ്പൊ ഉച്ചക്ക് ക്ലാസ് കാണാണ്. അപ്പൊ ട്വിൻസ് ആയ കാരണം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ്, പാലക്കാടാണ്. കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇയർ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകും, മലപ്പുറത്തേക്ക് പോകും. അപ്പൊ വീട്ടിലും കൂടി ആണല്ലോ. അപ്പൊ ഇനി ഇതിൽ നല്ലൊരു ഓപ്ഷന് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഇതിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയല്ലേ, അപ്പൊ അതങ്ങനെ പഠിക്കാന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കാരണം 2-3 ആള് വേണം നോക്കാൻ. ശരിയാണ്.
ബുദ്ധിമുട്ടാണല്ലോ ഇപ്പൊ പിടിച്ചു നിൽക്കാനും മുട്ടുകുത്താനും പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അവരുടെ കൂടെ തന്നെ ആൾക്കാർ വേണം. അങ്ങനെ. ശരി, ഓക്കെ, താങ്ക് യു. ഹലോ മാം, ഞാൻ വില്യ. വയനാടാണ് വീട്. 2 മക്കളുണ്ട്. മോള് +1 എത്തി, മോൻ 5ാം ക്ലാസ്സില്. വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ ഹസ്ബൻഡ്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പോ ന്യൂറോനെറ്റിന്റെ ഒരു ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഓൺലൈനായിട്ട് ചെയ്തതാ. പിന്നെ ഇവിടെ കേറിയൊന്നുമില്ല. 4th ലെവൽ വരെ ചെയ്ത് കഴിഞ്ഞിപ്പോ. ഹലോ മാം. ഹായ് മാം. ഹായ് നിത്യ. ക്യാമറ ഒന്ന് ഓൺ ചെയ്യോ മോളെ? ഹായ്. എന്റെ ഹായ്. വീട് കുന്നംകുളം, തൃശ്ശൂർ കുന്നംകുളം. 2 മക്കളാണ്. ഒരാള് 9th-ലും ഒരാള് 7th-ലും പഠിക്കാം. അതെ, പഠിക്കുന്ന കുട്ടികൾ 9th-ൽ പഠിക്കുന്ന കുട്ടികളോ? ആ അത് ഡിഗ്രി കഴിയുമ്പോഴും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും വേറെ. ഇവിടുന്ന് വരുന്നേ. ഇതില് ഹസ്ബൻഡിന്റെ മോനും ഹസ്ബൻഡിന്റെ പാരന്റ്സ്, ഹസ്ബൻഡിന്റെ ഏട്ടന് വൈഫ്, മക്കള്. എല്ലാവരും ഉണ്ടല്ലേ? പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. മോന് LKG-യിലാണ്. വീട്ടില് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല, വിട്ട് പോകും സൗണ്ട്. നല്ല മഴയാണ്. വീട്ടില് ക്രാഫ്റ്റ് വർക്ക്. കുഞ്ഞിന് 4 വയസ്സ്. LKG-യിലാണ്. ഹലോ മാം, ഞാൻ ഷിന്നു. ഞാൻ എറണാകുളം ഞളമക്കരയിൽ നിന്ന്. വീട്ടില് ഹസ്ബൻഡ്, അമ്മ, ഒരു മോൻ. മോനിപ്പോ UKG. നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരും എറണാകുളത്തുനിന്നാണല്ലോ വരുന്നത്. എറണാകുളം ജില്ലയിലാണല്ലോ ഭൂരിഭാഗം സ്റ്റുഡൻസ്. ഓക്കെ. ഹായ് മാം, എൻ്റെ പേര് ജുബീന. സ്ഥലം മലപ്പുറം ജില്ലയിലെ എരമംഗലം. ഞാൻ ഹൗസ് വൈഫാണ്. 2 കുട്ടികളുണ്ട്. ഒരാൾ LKG പഠിക്കുന്നു, ഒരാൾക്ക് 6 മാസമായി. ഓക്കെ. ഹായ് മാം, എൻ്റെ പേര് അൻഷില. എനിക്ക് വീട്ടിലെ ഉപ്പ, ഉമ്മ, ഹസ്ബൻഡ്, 3 മക്കളാണുള്ളത്. മൂത്താള് 6ൽ പഠിക്കുന്നു, 2ാമത്തെ ആള് 2ൽ പഠിക്കുന്നു, ചെറിയ ആള് 1.25 വയസ്സ്. 3 പെൺകുട്ടികളാണ്. അങ്ങനെ. ഹായ് മാം, ഞാൻ ഷെഫീന. ഞാൻ പാലക്കാട് നിന്നായിരുന്നു. ഒരു മോളുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, നാട്ടിലില്ല. പിന്നെ ഹസ്ബൻഡ് ഫാമിലി. ഞാന് +2 കഴിഞ്ഞതും എന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ മോളൊക്കായി. പിന്നെ ഒരു ഗ്യാപ്പ്. ഇപ്പൊ നാട്ടിലില്ലാത്ത കാരണം കൊണ്ട് വെറുതെ ഇരിക്കണം വീട്ടില്. അപ്പൊ ചെയ്യാൻ ഓൺലൈനിൽ കണ്ടപ്പോ. പുറത്താണോ? അല്ലല്ലോ. പുറത്താണോ? അല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് നാട്ടിലില്ല, ഗൾഫിലാണ്. നാട്ടിലില്ലാത്തത് കൊണ്ട് കോഴ്സ് എടുത്തതാണോ ഉദ്ദേശിച്ചത്? ഞാനിപ്പോ വീട്ടില് വെറുതെ ഇരിക്കുകയാണ്. എനിക്ക് 2 വയസ്സായ ഒരു കുട്ടിയുണ്ട്, 2 വയസ്സായ ഒരു മോളുണ്ട്. അപ്പൊ അവളിനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് പുറത്തേക്ക് പോയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് കണ്ടപ്പോ. ഹലോ മാം, എൻ്റെ പേര് ദിവ്യ. ഞാൻ എറണാകുളം വൈപ്പിൽ നിന്നാണ് വരുന്നത്.
ഹസ്ബൻഡ് 2 കുട്ടികൾ. മൂത്തയാള് +1 പഠിക്കുന്നു, ഇളയാള് 8th പഠിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്? അത് ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ്. +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഇതിലോട്ട് വരാമെന്ന് വിചാരിച്ചു. ഹലോ. ഹലോ, അനുശ്രീ. എൻ്റെ പേര് അനുശ്രീ. ഞാൻ ഇപ്പം PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്സ് ചെയ്യുവാണ്. ടീച്ചിങ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ നെറ്റൊക്കെ എഴുതിയിട്ട് വരുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ കൂടുതലല്ലേ. അപ്പോൾ ഒരു ഡിപ്ലോമ അങ്ങനെ ചെയ്യാന്നോർത്ത് വന്നതാണ്. വീട്ടില് അച്ഛൻ, അമ്മ, ബ്രദർ, അമ്മൂമ്മ. ഹായ് മാം. ഹലോ. ഗീതു. എൻ്റെ പേര് ഗീതു പ്രിയ. എൻ്റെ വീട്ടിലെ അമ്മ, അപ്പൻ, പിന്നെ ചേച്ചിയുടെ മോൻ കൂടെ ഉണ്ട്. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ്. താങ്ക് യു. ഹലോ. ഹലോ. എൻ്റെ പേര് ശ്രീവിദ്യ. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നാണ്. വീട്ടില് ഹസ്ബൻഡ്, അമ്മ, 2 മക്കളുണ്ട്. മൂത്തയാള് +2 പഠിക്കുന്നു, ഇളയാള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്? ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ള ഇതാണ്. പിള്ളേരെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് മുന്നേ തൊട്ട് ഉണ്ടായിരുന്നു, പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് ഇതിനെ ചേരാൻ പറ്റിയേക്കണേ. ഹസ്ബൻഡ് സപ്പോർട്ടാണോ? അതെ അതെ അതെ. ഓക്കെ. ഹലോ മാം. ഹലോ. ഹലോ. ഞാൻ ഷംസീന, കാസർഗോഡ് നിന്നാണ്. മഞ്ചേശ്വരം, കർണാടക ബോർഡറായി വരും. എനിക്ക് 2 കുട്ടികളുണ്ട്. BBM ചെയ്തതാണ്. മൂത്തമോൻ 4ാം ക്ലാസ്. മൂത്തമോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഒരു 3.5 വയസ്സുള്ള കുട്ടിയുണ്ട്. പഠിച്ചത് കന്നഡയാണ്. പിന്നെ മലയാളം ഇപ്പൊ അറിയാം, എഴുതാനും വായിക്കാനും. ക്ലിയർ അല്ല. ഹായ് മാം. നിഷ. ഞാൻ കോട്ടയത്താണ് വീട്. വീട്ടിലെ ഹസ്ബൻഡും അമ്മയും 2 പിള്ളേരും. എവിടെയൊക്കെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ? അല്ല, യാത്ര പോകുന്നതല്ല. ഒരു മോള് 2 മാസേ ആയിട്ടുള്ളൂ. ഒരു മോള് 2.5 വയസ്സും. പിള്ളേര് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കാറിന്റെ അകത്ത് കയറി ഇരുന്നതാ. അത് ഇടയ്ക്ക് ലെഫ്റ്റ് അടിച്ച് പോയതാണ്. പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ ഇത്രയും 3 വർഷമായി എവിടെയും ജോലിക്കൊന്നും വിടുന്നില്ല. അപ്പൊ എനിക്കൊരാഗ്രഹം ടീച്ചർ ആവണമെന്ന്. അതുകൊണ്ട് ഈ കോഴ്സ് തെരഞ്ഞെടുത്തതാണ്. ഹായ്. ഹായ് മാം. എൻ്റെ പേര് റീന. ഞാൻ ചേപ്പാടുന്ന് വരുന്നു. എൻ്റെ വീട്ടില് ഹസ്ബൻഡിന്റെ അച്ഛന്, ഞാന്, ഹസ്ബൻഡ് പുറത്താണ്. പിന്നെ മോളുണ്ട്. മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ B.Ed കഴിഞ്ഞതായിരുന്നു. സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മോളൊക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ എന്തോ ഞാൻ 8 വരെയുള്ള സ്കൂളില് സ്കൂളിലല്ല 8 വരെ സ്റ്റാൻഡേർഡ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സയൻസ് ആയിരുന്നു, നാച്ചുറൽ സയൻസ് ആയിരുന്നു. പിന്നെ ആണേല് കേട്ടിട്ടൊക്കെ ഒരുപാട് എഴുതി, എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ കൊറേ എന്തോ അതല്ല, നമ്മളിൽ പഠിച്ചു, അതിന്റെ ഇടയ്ക്കുള്ള കല്യാണം ഒക്കെ ആയി, പിന്നെ കുഞ്ഞായി. അപ്പോഴത്തേക്ക് നമ്മൾ അത്രയും പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ.
പക്ഷെ ഇത്രയും ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആകെപ്പാടെ എല്ലാം ഇതായിപ്പോയി. പിന്നെ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു, കിട്ടിയില്ല. പിന്നെ ഇപ്പം ടൈം കിഡ്സ് എന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു മാവേലിക്കരയിൽ. അവിടെ ചെന്നപ്പോഴും നമുക്ക് ഇതാ മോണ്ടിസോറിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പോകുന്നില്ല സ്കൂളിൽ. ഇപ്പൊ വീട് പണി നടക്കുന്നതുകൊണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിനും ഓടി നടക്കാൻ. അച്ഛൻ പ്രായമായതുവാ. അപ്പൊ പിന്നെ ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല. അപ്പൊ ആ ഗ്യാപ്പില് കോഴ്സ് തിരഞ്ഞെടുത്തത് പഠിക്കാമല്ലോ എന്ന് വെച്ചു. നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെ വീട് പണിയെല്ലാം ചെയ്യാൻ? വീട് പണി ഇപ്പോഴും താണ്ട വീട് വന്ന് നിൽക്കുക. ഞാനിപ്പോ എന്റെ വീട്ടിലാ താമസിക്കുന്നത്, അത് പുതുശ്ശേരി അമ്പലം. അപ്പൊ ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, ഇവിടെ പണി നടക്കുന്നുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ. ശരി മാം. ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ഹായ് മാം, എൻ്റെ ചെയ്യാം. പേര് വിദ്യ, ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഒരു കുഞ്ഞു മോനുണ്ട് 3 വയസ്സായ. ഞാൻ PG കഴിഞ്ഞു, 1 വർഷം ഗ്യാപ്പ് ഇട്ടു. അപ്പൊ ടീച്ചിങ് കോഴ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കുഞ്ഞുള്ളത് കൊണ്ട്. അങ്ങനെ ഓൺലൈനിൽ കണ്ടപ്പോൾ ജോയിൻ ചെയ്തതാണ്. ഹലോ മാം. ഹലോ, എൻ്റെ പേര് ജയശ്രീ. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയാണ് സ്ഥലം. 2 മക്കളുണ്ട്. ഒരാൾ 1-ലും ഒരാൾ 4-ലും പഠിക്കുന്നു. ഹസ്ബൻഡ് ഉണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും അനിയനും ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനായിട്ട്? ടൈം ആയിട്ട്. ഹായ് മാം. പാർവതി. എൻ്റെ പേര് രേഷ്മ. എൻ്റെ വീട് തൃശ്ശൂരാണ്. കൊല്ലം. എൻ്റെ വീട്ടിലെ ഹലോ മാം. പാർവതി അല്ലേ പറയുന്നത്? അതെ. ക്ലിയർ ആയില്ല. ഹലോ മാം, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. കൊല്ലം മേനൂർ എന്ന സ്ഥലത്ത്. വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ ഒരു വാവയുണ്ട്. അവൾക്ക് 2 വയസ്സായില്ല, അവൻ പോത്തേ ഉള്ളൂ സെപ്റ്റംബറിൽ. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ അമ്മയുണ്ട്. ഹായ് മാം. എൻ്റെ പേര് നെഫ്ല. എൻ്റെ വീട് കരുനാപ്പള്ളിയാണ്. വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ് ഉമ്മ, 2 മക്കളുണ്ട്, 2 ആൺപിള്ളേര്. ഒരാൾ KG 1-ല്, ഒരാൾക്ക് 2.5 വയസ്സായിട്ടേ ഉള്ളൂ. എനിക്ക് ടീച്ചിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തു. ഹായ് മാം. വൃന്ദ, കൊല്ലം ജില്ലയിലെ ഇളമാടുന്ന് വരുന്നു. മോനുണ്ട് 3.5 വയസ്സ്. പിന്നെ ഹസ്ബൻഡ് വീട്ടിലാണ്. ഹസ്ബൻഡ് കണ്ണൂർ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഹസ്ബൻഡ് അച്ഛൻ, ഹസ്ബൻഡ് ചേച്ചി, മക്കൾ 2 പേര്. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഹായ് മാം. പ്രിയ. ക്യാമറ ഓൺ ആക്കാമോ? ഹായ് മാം. ഞാൻ പ്രിയ. എൻ്റെ ഹസ്ബൻഡും ഞാനും മക്കളും 2 മക്കള്, 2 പെൺമക്കള്. ഒരാള് 8th സ്റ്റാൻഡേർഡ്, ഒരാൾ 4th സ്റ്റാൻഡേർഡ്. പിന്നെ ഹസ്ബൻഡ് ടീച്ചിങ് ഉണ്ട്. പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ മാം. വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി പറയാനായിട്ട്? ഇപ്പോ ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം നമുക്ക് കേട്ടോ. ഭൂരിഭാഗം എല്ലാവരും പറഞ്ഞെന്നാണ് തോന്നുന്നത് മിസ്സിന്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ട് പ്രെയർ, സൈൻ ഔട്ട്, സൈനിങ് ഒക്കെ പറയണം കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ നല്ല കുട്ടികളായിരുന്നു. എല്ലാവരും പ്രെയറും സൈൻ ഔട്ട് പറഞ്ഞിട്ടില്ല, സൈനിങ് പറഞ്ഞു, നോട്ട് പറഞ്ഞു. നല്ല പ്രിപ്പയർഡ് ആയിരുന്നു എല്ലാവരും. ഓക്കെ, ഇനി ഒരുമിച്ച് അല്ലെ, 1 വർഷം ഒരുമിച്ച് നമുക്ക് പോവാം. സൈൻ ഔട്ട് പറയാനായിട്ട് ആരെങ്കിലും തയ്യാറായവരുണ്ടോ? സൈൻ ഔട്ട് ഞാനായിരുന്നു മാം. പ്രസീത. Good afternoon, dear friends. Good afternoon, ma'am.
വളരെ സന്തോഷം ഇങ്ങനൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനും എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. മോണ്ടിസോറി ടീച്ചർ ആവാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യമായൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. മീറ്റ് യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. Okay. Thank you. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു.